എന്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക. ഹൂദ് അലൈഹിസ്സലാം ആദ്യ സമുദായത്തിൽ വന്ന് ഈ കാര്യം പറഞ്ഞു. അവിടെ വിഗ്രഹാരാധകരായ ആളുകളുണ്ടായിരുന്നു. ആ വിഗ്രഹാരാധകരായ ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ബഹുദൈവാരാധന അവസാനിപ്പിച്ച് നിങ്ങൾ ഏകദൈവാരാധകരായി മാറുക. അവരിൽ അപൂർവം ചിലർ സ്വീകരിച്ചു, ബാക്കിയുള്ളവർ സ്വീകരിച്ചു. ആ ബഹുദൈവാരാധന വിഗ്രഹാരാധന നിലയ്ക്കെത്തുന്ന അവരുണ്ടായിരുന്ന മറ്റൊരു സാമ്പത്തിക രംഗത്തെ തിന്മയായിരുന്നു മലമുകളിൽ വീടുകൾ ഉണ്ടാക്കി പൊങ്ങച്ചം നടിക്കുക എന്നത്. അതുകൊണ്ട് പ്രവാചകനായ ഹൂദ് അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, ആ വിഗ്രഹാരാധനക്ക് അവസാനിപ്പിച്ച് ഏകദൈവാരാധകരായ ശേഷം മതി ബാക്കി കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായി സാമ്പത്തിക രംഗത്ത് അവിടെ തിന്മയുണ്ടായിരുന്നു. എന്തായിരുന്നു ആ തിന്മ? അതായിരുന്നു മലമുകളിൽ വീടുണ്ടാക്കി പൊങ്ങച്ചം നടിക്കുക എന്നത്. അതുകൊണ്ട് അവരൊക്കെ ആ വിഗ്രഹാരാധന അവസാനിച്ച ശേഷം ഇത് ചെയ്യട്ടെ എന്നല്ല പറഞ്ഞത്. അതേ കാര്യം വിഗ്രഹാരാധന എപ്രകാരം എതിർത്തോ അപ്രകാരം അവർ വീടുകൾ ഉണ്ടാക്കി പൊങ്ങച്ചം നടിക്കുന്നതിനെ എതിർത്തു. അതുകൊണ്ട് ആ ഖുർആൻ ചോദിച്ച പ്രവാചകനായ ഹൂദ് അലൈഹിസ്സലാമെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, അതബ്നൂന ബികുല്ലി റിഇൻ ആയതൻ തബതൂൻ വതത്തഖദൂന മസാനിഅ ലഅല്ലകും തഖ്ലൂൻ. അവർ മലമുകളിൽ വീടുകൾ ഉണ്ടാക്കി, സ്മാരക സൗധങ്ങൾ ഉണ്ടാക്കി, വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാക്കി പൊങ്ങച്ചം നടിക്കുന്നതിന്, അഹങ്കരിക്കുന്നതിന് അതിനിശ്ചിതമായി പ്രവാചകനായ ഹൂദ് അലൈഹിസ്സലാം എതിർത്തു. അവർ സ്വീകരിച്ചില്ല, അവർ പ്രവാചകനെ നിഷേധിച്ചു, അവർ അംഗീകരിച്ചില്ല. ഫലമോ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി അവർ ശിക്ഷിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്മാരുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി നിലനിർത്തുന്ന കാഴ്ചപ്പാടുകളിൽ പ്രവാചകന്മാർ ആ സമൂഹത്തിലുണ്ടായിരുന്ന അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്ന ആളുകളെ ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അതോടൊപ്പം സാമ്പത്തിക രംഗത്തുള്ള ശിർക്ക്, ഇങ്ങനെ ഒരു വിശദീകരണം അഥവാ ലൂത്ത് നബിയെ കുറിച്ചും ഷുഐബ് നബിയെ കുറിച്ചും ഹൂദ് നബിയെ കുറിച്ചും തുടർന്ന് അദ്ദേഹം ദീർഘമായി വിശദീകരിക്കണ്ടേ. ആ വിശദീകരണത്തിൽ വളരെ മൗലികമായി പറഞ്ഞൊരു കാര്യം, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിരുന്നു. അതിനെതിരെ അദ്ദേഹം പറഞ്ഞു അത് ആ രംഗത്തെ ശിർക്കാണെന്ന്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളുടെ സമ്പത്തിൽ ഒരാൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു. ആ കൃത്രിമം കാണിക്കൽ എന്താണ്? തെറ്റാണോ? ഹറാമാണോ? പാപമാണോ? ശിർക്കാണോ? എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണം ശിർക്കാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഷുഐബ് നബി എന്ത് ചെയ്തു? രണ്ട് രംഗത്തുമുള്ള ശിർക്കിനെ എതിർത്തു എന്നാണ്. രണ്ട് രംഗത്തുമുള്ള ശിർക്കിനെ എതിർത്തു എന്നാണ്. നമുക്ക് ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത്, ഈ ആയത്ത് പരിശുദ്ധ മക്കയിൽ അവതരിച്ചതാണ്, സൂറത്ത് ആറാഫിലുള്ളതാണ്, മഹാനായ പ്രവാചകന്റെ സൂറത്ത് ഹൂദിലുള്ളതാണ്. ഈ അധ്യായം അവതരിച്ച് ഇത് ഓതിക്കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ആരാധനാ രംഗത്തെ ശിർക്കും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു ശിർക്കും ഉണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പൂർവികരായ മുഫസ്സിരീങ്ങൾ ആരെങ്കിലും ഈ കാണിച്ച ശിർക്ക്, രണ്ടാമത് പറഞ്ഞ ശിർക്ക്, അത് ഒരു തിന്മ, അത് ശിർക്കായിരുന്നു എന്ന് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഏറ്റവും പിഴച്ച വാദം ജമാഅത്തെ ഇസ്ലാമിൽ അവതരിപ്പിച്ച മൗദൂദിയെക്കാളും ഈ പറഞ്ഞിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ് ഏറ്റവും പിഴച്ച. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നടത്തത്തിൽ ശിർക്കുണ്ട്. അത്രേ നടത്തത്തിൽ ശിർക്ക്. പഠിച്ചവരാണ്, നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി ലഘുപരിചയം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അതാണ് ഞാനിത് പറയുന്നതെന്നറിയോ, ജമാഅത്തെ ഇസ്ലാമിയുടെ വാദപ്രകാരം ഒരാൾക്ക് ചലിക്കാൻ, അങ്ങോട്ട് ചലിക്കാൻ, ഇങ്ങോട്ട് ചലിക്കാൻ, അങ്ങോട്ട് നോക്കാൻ ഒന്നും കഴിയില്ല. കാരണം എന്താ? ശിർക്ക് വരും. ഒരാളിപ്പോ ഒരല്പം പൈസ ഒക്കെ ഉള്ള ഒരാള്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ അറിയപ്പെട്ട ഒരാള് ഒരല്പം ഞാൻ കേമനാണെന്നുള്ളതൊക്കെ നടന്നു വിചാരിക്കുക, ഓ മുശ്രിക്കായി. അപ്പൊ എന്താവുന്നറിയോ, ജമാഅത്തെ ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ച ഒരാള് നടക്കുമ്പൊക്കെ അയാൾ വല്ലാതെ പ്രയാസപ്പെടും. എങ്ങാനും നടത്തത്തിൽ ഒരല്പം അഹംഭാവം വന്നാൽ മുശ്രിക്കായി. ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചുതരാം, നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ഈ പുസ്തകത്തിന്റെ 60-ാമത്തെ പേജിൽ നമുക്ക് കൗതുകം തോന്നുകയാണ്. ശിർക്ക് എന്താണ് എന്ന് സത്യത്തിൽ ഇവർ പഠിച്ചിട്ടില്ല. ശിർക്ക് എന്ന പദത്തിന്റെ അർത്ഥം പോലും ഇവർ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളത് സംശയിക്കേണ്ടതുണ്ട്. ഇതിൽ 60-ാമത്തെ പേജ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതുകയാണ്, താൻ ദൈവത്തിന്റെ ദാസനാണെന്ന ബോധത്തോടെ അതിന്റെ അനിവാര്യതയായ വിനയത്തോടെയുള്ള നടത്തമാണ് തൗഹീദിന്റെ നടത്തം. അടുത്ത വാചകം കേട്ടോളൂ. താൻ എന്തിനും പോന്നവനും എല്ലാവർക്കും മീതയുമാണെന്ന ധിക്കാരബോധത്തോടെയുള്ള നടത്തം ശിർക്കിന്റെതും. ആലോചിക്കണം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അത്തരക്കാരെ കുറിച്ച് അള്ളാഹു പറയും, തീർച്ചയായും മനുഷ്യൻ അതിക്രമിയായിരിക്കുന്നു, അവൻ തന്നെ സ്വയം പര്യാപ്തനായി കാണുന്നു. 3-4 സ്ഥലത്ത് ആയത്തുകൾ എടുത്തുദ്ധരിച്ചിട്ടാണ് ഷെയ്ഖ് സാഹിബ് ഈ കാര്യം പറയുന്നത്. ഏത് കാര്യം പറയുന്നത്? അതായത് വിശുദ്ധ ഖുർആൻ
31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 17-ാമത്തെ ആയത്തിൽ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം, ജനങ്ങളുടെ നേരെ നിന്റെ കവിള് കോട്ടിക്കളയരുത്, മാന്യമായവരെ സ്വീകരിക്കണം, നിന്റെ ശബ്ദം ഉയരുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അതെടുത്തുദ്ധരിച്ചു. അതുപോലെ സൂറത്ത് ഇസ്രായേൽ 37-ാമത്തെ ആയത്ത് എടുത്തുദ്ധരിച്ചു. ഭൂമിയെ പിളർക്കാനാവില്ല, പർവ്വതത്തോളം ഉയരാനുമാവില്ല. അതുപോലെ 25-ാം അധ്യായത്തിലെ 63-ാമത്തെ ആയത്ത് എടുത്തുദ്ധരിച്ചു. എന്നിട്ട് പറയുന്നതോ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയുന്നത് നടത്തത്തിന്റെ കാര്യത്തിൽ പോലും ഇസ്ലാം ശ്രദ്ധിച്ചു. എന്നിട്ട് മൂപ്പർക്ക് ഇവിടെ ഒരു പരിഹാസം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ ഖുർആൻ അവതരിച്ചപ്പോ റുക്കൂവിന്റെ രൂപം പറയാത്ത, സുജൂദിന്റെ രൂപം പറയാത്ത ഖുർആനിൽ, നമസ്കാരം നിർബന്ധമാക്കിയിട്ടില്ലാത്ത ഖുർആനിൽ എന്ത് പറഞ്ഞു? നടത്തത്തിന്റെ രൂപം പോലും പറഞ്ഞു. അപ്പൊ നടത്തത്തിൽ ശിർക്കുമുണ്ട്, നടക്കത്തിൽ തൗഹീദുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാളെ അഹംഭാവത്തോടെ നടന്നാൽ, ഈശ്വര വിശ്വാസമില്ലാത്ത ഒരാള്, ഈശ്വര വിശ്വാസമല്ല ഒരാൾക്ക്, നിരീശ്വരവാദിയാ. പക്ഷെ ജമായത്തിന്റെ കണ്ണിൽ നിരീശ്വരവാദി എന്ന് പറഞ്ഞവരില്ല, ഒരു മുശ്രിക്കാണ്. ഇബാദത്ത് സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ കേസി പറയുന്ന എന്തറിയോ? ഒരു നിരീശ്വരവാദി, അയാൾ ദേഹേച്ഛ ഇലാഹാക്കി, അതുകൊണ്ട് ദേഹേച്ഛ ഇബാദത്ത് ഇത് മുശ്രിക്കായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിരീശ്വരവാദികൾ വേറെ, ഒരു മുശ്രിക്കല്ല, കാഫിറ. അല്ലല്ല എന്നൊരാൾ വിശ്വസിച്ചവൻ കാഫിറാണ്, മുശ്രിക്കല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കണ്ണിൽ ലോകത്ത് മുശ്രിക്കല്ലാത്ത ഒരാളില്ല. ഒരാളൊരു അഹംഭാവത്തോടു കൂടി നടന്ന ഓ മുശ്രിക്ക്, വലിയ ശിർക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും ഗൗരവപ്പെട്ട നടത്തത്തിൽ ശിർക്ക് വരും എന്ന കാര്യങ്ങാനും ദീനിലുള്ള ഒരു കാര്യമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പഠിപ്പിക്കാതെ പോവുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എഴുന്നേറ്റിട്ട് നിങ്ങളുടെ കൈ പാത്രത്തിൽ, നിങ്ങളുടെ കൈ വെള്ളത്തിൽ നേരിട്ട് പ്രവേശിപ്പിക്കരുത്, കാരണം നിങ്ങളുടെ കൈ എവിടെയാണ് രാപ്പാർത്തത് എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പോലും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബാത്റൂമിലെ കിടതുകാല് വെച്ച് കറന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ് നടത്തത്തിൽ ശിർക്ക് വരെങ്കിലേ ആ ശിർക്ക് വന്നുള്ള സ്ഥിതി എന്താ? ആജീവനാന്തം നരകത്തിലാ, ആജീവനാന്തം നരകത്തില്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ചെന്തറിയോ? ഒരുത്തനെങ്ങാണ്ട് കുറച്ചൊരു കിബറോടുകൂടി അഹംഭാവത്തോടുകൂടി നടന്ന ഓ മുശ്രിക്കായി പോയി. ജമാഅത്തിന്റെ വാദം അനുസരിച്ച് ജമാഅത്തേർക്കും എന്തില്ല? സ്വർഗല്ല. കാരണം ലോകത്തെ ഏറ്റവും കിബറുള്ള പ്രസ്ഥാനം ഏതാന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയ. ഭയങ്കര കിബർ. ഞങ്ങൾ എല്ലാവരോടും ചോദിച്ചു നോക്കൂ, ഭയങ്കര തലക്കനുള്ള പ്രസ്ഥാനം. ഞങ്ങളല്ലാത്ത വേറെ ആരും ഒന്നും ചെയ്യാറില്ല എന്നുള്ള നിലക്കാണ് ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്തിയെടുത്ത് പറയുന്നത്. ഞങ്ങൾ വിദ്യാഭ്യാസ കാര്യം ശ്രദ്ധിച്ചു, ഞങ്ങളെ മറ്റ് പ്രസ്ഥാനങ്ങൾ വേർതിരിച്ചു നിർത്തിയത് ഞങ്ങൾ സാമ്പത്തിക രംഗത്തെ തിന്മയെ പറ്റി പറഞ്ഞു, രാഷ്ട്രീയ രംഗത്തെ തിന്മയെ പറ്റി പറയും. ഇമ്മിണി വലിയ പ്രസ്ഥാനം, ഇമ്മിണി വലിയ പ്രസ്ഥാനം, ലോകത്ത് വേറെ ആരും അതിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ ഈ രൂപത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത്, നടത്തത്തിൽ ശിർക്ക്. ഇനി നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഷെയ്ഖിന്റെ ഇവിടുത്തെ പ്രസംഗം കേൾക്കാം. ഒരാളിപ്പോ ഒരു മോഡേൺ വസ്ത്രം ധരിച്ചു. വസ്ത്രം ധരിക്കുന്നതിൽ ഇസ്ലാമിന്റെ നിയമമൊന്നും ഞാൻ അംഗീകരിക്കില്ല,